ഗ്യാസ് സിലിണ്ടറുകളില്ലാത്ത വീടുകൾ ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം. ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടെ അതുമൂലമുള്ള അപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. മാരകങ്ങളായ അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും 50 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നത് അധികമാർക്കും അറിയാത്ത കാര്യമാണ്. പ്രീമിയമായി നയാ പൈസ അടയ്ക്കാതെയാണ് ഇത്രയും തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്നതെന്നും അറിയണം. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സിലിണ്ടറുകളുടെ കാലാവധിയാണ്. വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ സിലിണ്ടറിനും ഇതുണ്ട്. എല്ലാ സിലിണ്ടറുകളിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കണക്ഷൻ ആരുടെ പേരിലാണെന്നതും പ്രധാനമാണ്. മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല. ഇനി പലരുടെയും സംശയമായിരിക്കും, ഇൻഷുറൻസ് തുക എങ്ങനെ ലഭിക്കുമെന്ന്. ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക. അല്ലാതുള്ളതിന് അപകടത്തിന്റെ വ്യാപ്തിക്കനുസരിച്ചായിരിക്കും ഇത് ലഭിക്കുക. അപകടം നടന്ന് 30 ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിതരണക്കാരെയും വിവരം അറിയിക്കണം. നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ FIRന്റെ പകർപ്പുണ്ടാവണം. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ, പരിക്കേറ്റവരുടെ അവസ്ഥ, ചികിത്സാ ചെലവുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം. ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത്. ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും, അവർ ഉപഭോക്താവിനും. രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി 6 മാസത്തിനുള്ളിൽ പണം ലഭിക്കും.